ഹായ്, നേരാസ് നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCRT ചാപ്റ്റേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്, അതിൽ ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഉത്തരപർവ്വതത്തെ പറ്റി പഠിച്ചു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശാല സമതല ഭൂവിലാണ്. അപ്പോൾ വിശാല സമതല ഭൂവിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമതലത്തെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഈ ക്ലാസ് തുടർന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് സമതലത്തിനെ പറ്റിയിട്ടാണ്. സമതലത്തിൽ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ സമതലത്തിലേക്ക് നദി പ്രവേശിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 2 ഭൂരൂപങ്ങളെ പറ്റിയിട്ടും, അതായത് മിയാൻഡറുകളെ പറ്റിയും ഓക്സ്ബോ തടാകത്തിനെ പറ്റിയിട്ടും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഇനി അടുത്ത സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് നമ്മുടെ സമുദ്രത്തിനെ വിഭജിക്കുന്നുണ്ട്. വടക്ക് നിന്ന് തെക്കോട്ട്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ നമുക്കറിയാം ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗം കണ്ടിട്ട് നമ്മുടെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് ആര്? ശിവാലിക് എന്ന് പറയുന്നത്, അല്ലെ? ശിവാലിക്. നമുക്കിവിടെ ട്രാൻസ് ഹിമാലയം ഒക്കെ അറിയാം. അതിൽ ഹിമാലയത്തിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ തിരിച്ചിരുന്നത്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അത് നമ്മൾ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ സമതലത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നോക്കിക്കേ, അതിന്റെ വടക്കൻ അതിരാണ് അല്ലെ ശിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ശിവാലിക്കിനും അതുപോലെ ഉപദ്വീപീയ ഇന്ത്യയാണ് അതിന്റെ തെക്കൻ അതിരെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവാലിക്കിനും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഉപദ്വീപാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ് വരുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ അതിരുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സമതലത്തിന്റെ 2 അതിരുകളായിട്ട് നമുക്ക് വടക്ക് ഭാഗത്ത് ശിവാലിക്കും തെക്ക് ഭാഗത്ത് പീഠഭൂമിയും കാണാൻ പറ്റും. അതവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ട് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ സമതലത്തെ 3 തിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? ഒന്നാമത്തെയാണ് ഭാബർ, ഭാബർ, 2 ടെറായി, 3 എന്ത്? എക്കൽ സമതലങ്ങൾ, എക്കൽ സമതലങ്ങൾ. അപ്പോ ബാബർ, അതുപോലെ ടെറായി, എക്കൽ സമതലങ്ങൾ. എടാ, ബാബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലെ, നമ്മുടെ നദി ഇവിടെ നിന്ന് ഒഴുകിയൊക്കെ വരികയാണ്. ഒഴുകി വരുമ്പോഴത്തേക്കും ഈ ബാബർ പ്രദേശത്തേക്ക് കയറുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? നദി കാണാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ നദി നമുക്കറിയാം അവസാദങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ വലിയ വലിയ കല്ലുകളാണ്, ഉരുളൻ കല്ലുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ കുറെ കല്ലുകൾ നേരത്തെ റോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നമ്മളൊരു കല്ലിട്ട് അല്ലെങ്കിൽ ഒരു അക്വേറിയം, ഇതൊക്കെ നമ്മൾ ഓർക്കാം. അപ്പൊ ആ നദിയിൽ ആ ഒരു കല്ലിൻ്റെലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കത്തില്ല. എന്താ സംഭവിക്കുക? ഈ കല്ലിന്റെ അടിയിൽ കൂടി ആയിരിക്കും അല്ലെ വെള്ളം പോവുക. അതേ സെയിം സംഭവം നദി ഇവിടെ കൂടെ വന്നു, നമ്മുടെ ഹിമാലയത്തിൽ നിന്നൊക്കെ ഉത്ഭവിച്ചിട്ട് നദി വരുന്നു. നദി ഇവിടെ നമുക്ക് എന്താണ്? ഉരുളൻ കല്ലുകൾ, വലിയ വലിയ കല്ലുകളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് വലിയ വലിയ കല്ലുകളാണ്. അപ്പോൾ ഇതിന്റെ അടിയിലൂടെ ആയിരിക്കും നദി ഒഴുകുക. അപ്പോൾ നദി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബാബർ മേഖല എന്ന് പറയുന്നത്. ഇത് നമുക്ക് ശിവാലിക്കിൽ നിന്നും ഒരു 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിലാണ് കാണാൻ വേണ്ടി സാധിക്കുക. എടാ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത്? 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിൽ കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇവിടെ നിന്നും ആരംഭിച്ചത് 0യിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ വരെയോ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ വരെയൊക്കെയാണ് നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നത്? ബാബറിനെ കാണാൻ സാധിക്കുന്നത്. ആരാണ് ബാബർ? ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻ കല്ലുകൾ എന്ന് പറഞ്ഞാൽ വലിയ കല്ലുകളെല്ലാം ഉള്ള ഒരു ഭൂപ്രകൃതിയാണ്. അപ്പൊ അവിടെ എന്ത് അനുയോജ്യമല്ല? കൃഷിക്കൊന്നും അനുയോജ്യമല്ല. അവിടെ വലിയ വലിയ കല്ലുകളാണ് നമുക്ക് ആ മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ കല്ലുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നദിയെ കാണാൻ സാധിക്കില്ല. നദി എവിടെ കൂടെ ആയിരിക്കും ഒഴുകുന്നത്? ഈ കല്ലുകളുടെ അടിയിലൂടെ ആയിരിക്കും ഒഴുകുന്നത്. അപ്പൊ നദി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ബാബർ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയോ? എത്ര കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് കാണാൻ സാധിക്കും? 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക്
കാണാൻ സാധിക്കും. അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മേഖലയാണ് നമ്മൾ തെക്കോട്ട് പിന്നെയും വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെറായി എന്ന് പറയുന്നത്. ടെറായി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ടെറാക്കോട്ട, നമ്മൾ കമ്മലുകളൊക്കെ ഇല്ലേ 90s കിഡ്സിനൊക്കെ പെട്ടെന്ന് കത്തും. നമ്മൾ ടെറാക്കോട്ട കമ്മലൊക്കെ പണ്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു മഡ് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ടെറായി എന്ന് കാണിച്ചത്. അപ്പോൾ ടെറായി എന്ന് പറയുമ്പോൾ ഇവിടെ ചതുപ്പ് നിലങ്ങളാണ് കാണുന്നത്. അതായത് ഇവിടെ അപ്രത്യക്ഷമാവുന്ന നദികൾ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ എത്തുമ്പോഴാണ്. അപ്പോൾ ഇത് ചതുപ്പ് നിലങ്ങൾ, അല്ലെങ്കിൽ അവിടെ കുറച്ചൊക്കെ സസ്യജാലങ്ങളും, അതായത് കുറച്ചല്ല നല്ല രീതിയിൽ സസ്യജാലങ്ങളും വന്യജീവി സമ്പത്തും ഒക്കെ കാണാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ടെറായി മേഖല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ടെറായി എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ നദി ഒഴുകി വരുന്നു, ശിവാലിക്കിന്റെ താഴെയായിട്ട് ആരെ കാണാം? നമുക്ക് ഒരു 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് ബാബറിനെ കാണാം. ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നദി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ്. എന്തുകൊണ്ടാണ്? വലിയ വലിയ കല്ലുകളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കല്ലിന്റെ അടിയിലൂടെ ആയിരിക്കും നദി ഒഴുകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നദിയെ അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്തല്ല, കൃഷിയോഗ്യമല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവിടെ നിന്നും ഒരു എത്ര കിലോമീറ്റർ പോരണം? ഇവിടെ 10 വരെ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു 10 മുതൽ 20 കിലോമീറ്റർ കേട്ടോ, 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ് നമുക്ക് ടെറായി മേഖല കാണാൻ സാധിക്കുക. ടെറായി മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ടെറായി എന്താണ്? ടെറാക്കോട്ട എന്നുള്ളൊരു വാക്ക് നമ്മൾ എടുത്തായിരുന്നു. അപ്പം ടെറായി ചതുപ്പാണ്, ചതുപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജലം വീണ്ടും, അല്ലെങ്കിൽ നദി എന്താണ്, വീണ്ടും നമുക്ക് നദി പ്രത്യക്ഷമാകുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ടെറായി മേഖല എന്ന് പറയുന്നത്. ടെറായി മേഖലയുടെ ഒരു വിസ്തൃതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 10 മുതൽ 20 കിലോമീറ്റർ റേഞ്ചിലാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, 10 മുതൽ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 8 മുതൽ 10 നമ്മൾ എന്ത് പറയുന്നത്? ബാബർ. അവിടെ നിന്നും ഒരു 20 കിലോമീറ്റർ വരെ റേഞ്ചിൽ നമുക്ക് ആരെ സാധിക്കും? കാണാൻ സാധിക്കും, നമ്മുടെ ടെറായിനെ കാണാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇനി നമുക്ക് ആരുണ്ട്? ടെറായി കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് എക്കൽ സമതലങ്ങൾ. അപ്പോൾ എക്കൽ സമതലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ കൃഷിയോഗ്യമായിട്ടുള്ള സമതലമാണ് ഈ എക്കൽ സമതലം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജലനിബിഡമാണ്, അവിടെ എല്ലാ ഭൂപ്രകൃതി കൊണ്ടിട്ട് അനുയോജ്യമായ ഒരു ഏരിയയും കൂടെയാണ്. ഈ എക്കൽ സമതലങ്ങൾ തന്നെ പക്ഷെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. എന്തൊക്കെയാണ്? ഖാദറും ഭംഗറും. എക്കൽ സമതലങ്ങളെ നമുക്ക് ഖാദർ എന്നും ഭംഗർ എന്നും തിരിക്കാൻ സാധിക്കും. ഖദർ ഇട്ട് പോകുന്ന നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടല്ലേ ഖദർ ഇട്ട് പാർട്ടിക്കാർ, രാഷ്ട്രീയക്കാരൊക്കെ പോകുന്നത്. അപ്പൊ നല്ല പുത്തൻ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ പോകുന്നത്, ഖദർ. അപ്പൊ ഈ ഖാദർ എന്നുള്ളത് എന്താണെന്നറിയാമോ? പുതിയ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അതായത് പുതുതായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന മണ്ണ്, ആ എക്കലിനെയാണ് നമ്മൾ ഖാദർ എന്ന് പറയുന്നത്. അപ്പൊ ഭംഗിയൊക്കെ പോയി ഭംഗം വന്നതാണ് ആര്? ഭംഗർ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ എക്കൽ സമതലങ്ങളാണ്, പഴയ ഇതാണ് നമ്മൾ പറയുന്നത് ഭംഗർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ ഭൂപ്രകൃതിനെ വടക്ക് നിന്ന് തെക്കോട്ട് തിരിച്ചു. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ. ബാബർ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിൽ കാണാൻ സാധിക്കും. വലിയ വലിയ കല്ലുകളാണ് അവിടെ ഉള്ളത്. നദി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ്. ടെറായി എന്ന് പറഞ്ഞാൽ നദി വീണ്ടും നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന മേഖലയാണ്, ചതുപ്പാണ്. സ്വാഭാവികമായിട്ടും നൈസർഗിക സസ്യജാലങ്ങളും അവിടെ വന്യജീവി സമ്പത്തും ഒക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ആ ഏരിയയിൽ നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ പറയുന്നത് എന്താണ്? വന്യജീവി സമ്പത്തൊക്കെ കൂടുതലുള്ള ഏരിയ ആണ്. അതിനും താഴേക്ക് വരുമ്പോഴാണ് എക്കൽ സമതലങ്ങൾ കാണാൻ സാധിക്കുക. ഈ എക്കൽ സമതലങ്ങൾ എന്താണ്? അത് നമുക്ക് ഏറ്റവും എന്താ പറയുക, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലയാണ്. നമുക്ക് അതിനെ ഖാദർ എന്നും ഭംഗർ എന്നും രണ്ടായി തിരിക്കാം. ഖദർ ഇട്ട് വരുന്ന പൊളിറ്റീഷ്യൻസിനെ ഓർക്കുകയാണെങ്കിൽ നല്ല പുതുപുത്തനാണ്. അപ്പൊ പുതിയതാണ് ആര്? ഖാദർ. എന്നാൽ ഭംഗറോ ഭംഗിയൊക്കെ പോയി അല്ലെങ്കിൽ ഭംഗം വന്നതാണെന്നുള്ളത് ഓർക്കുക. അപ്പൊ പഴയ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ ഭംഗർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുമില്ല, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉത്തരേന്ത്യൻ സമുദ്രത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലയായി തിരിക്കുന്നു. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ശിവാലിക് പർവ്വതത്തിന് സമാന്തരമായിട്ട് അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് ആരെന്ന് നമ്മൾ പറഞ്ഞു? ബാബർ എന്ന് പറഞ്ഞു. അപ്പോൾ ബാബർ 8 മുതൽ 10 വളരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് നോക്കട്ടെ. ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണ് ഇതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഉരുളൻ കല്ലുകളും പാറകളുമാണ്. അപ്പൊ തീർച്ചയായിട്ടും നദികൾ എന്താണ്? പാറയുടെ അടിയിലൂടെ ഒഴുകുന്നുണ്ട്. നമുക്ക് നദികളെ അപ്രത്യക്ഷമായിട്ടാണ് ഇവിടെ
വരുന്നത്, അപ്രത്യക്ഷമാണ്. അത് നദികൾ അപ്രത്യക്ഷമാകുന്ന മേഖലയാണ് അതെന്ന് പറയുന്നത് നമ്മുടെ ബാബർ മേഖല എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ടെറായിനെ പറ്റി പറഞ്ഞു. അപ്പോൾ വായിക്കാം. ബാബർ മേഖലയ്ക്ക് സമാന്തരമായിട്ട് 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ 10 മുതൽ 20 കിലോമീറ്ററിൽ വെള്ളക്കെട്ട്. അപ്പോൾ നദികൾ വീണ്ടും പുനർജനിക്കുന്ന ഒരു മേഖലയായിട്ട്, പുനർജനിക്കല്ല, നദികൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ നദികൾ കണ്ടില്ല, കാരണം ഉരുളൻ കല്ലുകളും വലിയ വലിയ കല്ലുകളായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ നദി വെള്ളക്കെട്ടുള്ള ചതുപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന മേഖലയാണ് ഇതെന്ന് പറയുന്നത്, ടെറായി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണെന്നും കൂടെ പറഞ്ഞു, ചതുപ്പ് നിലങ്ങൾ ആയതുകൊണ്ട് തന്നെ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ചതുപ്പാണ്, അപ്പൊ അവിടെ എന്തുണ്ട്? സ്വാഭാവിക സസ്യജാലങ്ങളും ജീവിവർഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മേഖലയാണ് ടെറായിക്കും തെക്ക് ഭാഗത്തായിട്ട്. അവിടെ നമ്മൾ പറഞ്ഞു എക്കൽ സമതലങ്ങൾ ഒന്നുമില്ല, ഖാദറും ഭങ്കറും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ പറയുന്നത് ഭങ്കർ എന്നും, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ പറയുന്നത് ഖാദർ എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഭൂരൂപങ്ങളും കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന സമതലത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഭൂരൂപങ്ങൾ, അതായത് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന മേഖലയാണ് നമുക്കറിയാം. നദിയുടെ ഒഴുക്കൊക്കെ കുറയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത്? ഓക്സ്ബോ തടാകവും മിയാൻഡറുകളെ പറ്റിയിട്ടും. പിന്നെ കുറച്ചുകൂടെ ഭൂരൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് നദീജന്യ ദ്വീപുകളാണ്. നമുക്കറിയാലോ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ്, ഇന്ത്യയിലെ നദീജന്യ ദ്വീപ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ബ്രഹ്മപുത്ര നദിയിലുള്ള മാജുലി ദ്വീപാണ് അല്ലെ. ഒന്നും പറയാനില്ല, നദികൾക്കിടയിൽ, നദിയുടെ ഇടയിൽ എന്ത് സംഭവിക്കുകയാണ്? ഈ എക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ട് അവിടെ ഒരു ദ്വീപ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ നദീജന്യ ദ്വീപുകൾ എന്ന് പറയുന്നത്. അതായത് നദിയുടെ ഒഴുക്ക് കുറയുന്ന സമയത്ത് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ്. അതൊരു ദ്വീപായിട്ട്, നദിയിൽ തന്നെയുള്ള ദ്വീപായിട്ട് മാറുന്നു. ഇതാണ് നദീജന്യ ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബ്രഹ്മപുത്ര നദിയിലെ മാജുലിനെ നമ്മൾ പഠിച്ചു വെക്കണം വളരെ ക്ലിയർ ആയിട്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത്, ഈ നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്ന സമയത്ത് തന്നെ നദിയുടെ ഒഴുക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നദി എന്ത് ചെയ്യും? നമ്മുടെ മുടി പിന്നിയിട്ട രീതിയിൽ ഒഴുകാൻ തുടങ്ങും. ഒന്നുമില്ല, മണൽ വരമ്പുകളെ ഇങ്ങനെ, അതായത് അതിൻ്റെ ഇടയിൽ മണൽ വരമ്പുകൾ വരുന്നുണ്ട്. അതിനെ നമുക്ക് ഇങ്ങനെ പിണഞ്ഞൊഴുകുന്നതായിട്ട് ബ്രെയ്ഡഡ് സ്ട്രീംസും കാണാൻ പറ്റും. അതുപോലെ സാൻഡ് ബാൾസ് വെച്ചിട്ട് മണൽ വരമ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഭൂരൂപങ്ങളായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് പറഞ്ഞൊരു ഇത് കൂടെ പറയുന്നുണ്ട്. എന്താണ് പ്രളയ സമതലം എന്ന് പറയുന്നത്? ഒന്നുമില്ല, നദി വെള്ളപ്പൊക്ക സമയത്ത് അല്ലെങ്കിൽ നദി കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് രൂപം കൊള്ളുന്ന മേഖലയുണ്ടല്ലോ, അതാണ് പ്രളയ സമതലം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രദേശത്തെ നമ്മൾ പ്രളയ സമതലം എന്ന് പറയും. തീർച്ചയായിട്ടും അവിടെ കൃഷിക്കൊക്കെ അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണ്ടത്തെ എന്ത് കാണാൻ പറ്റുമായിരുന്നു? ഈ നദീ സംസ്കാരങ്ങളിലെ നദീജന്യ സംസ്കാരങ്ങളൊക്കെ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള മേഖലയാണ് ഈ പ്രളയ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് SAT ചാപ്റ്ററിൽ അതും പറയുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഈ നദീജന്യ ദ്വീപുകളിൽ എന്താണ് തിട്ടകളായിട്ടാണെന്ന് പറയുന്നുണ്ട്. അവിടെ പൊടിമണൽ, അതുപോലെ മണൽ, ചരലൊക്കെ ഉള്ള അവസാദങ്ങളാണ് ആ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ട് നദീജന്യ ദ്വീപ് ഉണ്ടാവുന്നതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ഡെൽറ്റകളും കൂടെ അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, നമുക്കറിയാം ഗ്രീക്ക് അക്ഷരമാലയിൽ നമ്മുടെ ഡെൽറ്റ എന്നുള്ള ആ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡെൽറ്റ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നദി എന്ത് ചെയ്യാണ്? ഇപ്പൊ നമുക്ക് ഡെൽറ്റയിൽ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ മേഖല നമുക്ക് എവിടെ കാണാൻ പറ്റുന്ന കിഴക്കൻ ഭാഗത്താണ് ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത് നമുക്കറിയാം, കിഴക്കൻ തീരത്ത്. അപ്പോൾ ഡെൽറ്റകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നദി ഒഴുകി വരികയാണ്, ഒഴുകി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പറയുന്ന നമ്മൾ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടാണ്. അത് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദി എന്ത് ചെയ്യാണ്? നദിയുടെ സ്പീഡ് കുറയുമ്പോഴത്തേക്കും നദിയിൽ അവസാദങ്ങൾ നിക്ഷേപിച്ച് കഴിയുമ്പോൾ നദി കൈവഴികളായിട്ട് ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞ നദിയുടെ തുടക്കത്തിൽ നമുക്ക് പോഷക നദികൾ ഉണ്ടാവുന്നത് അല്ലേ. കാരണം എന്താ? നദിയിലേക്ക് വെള്ളം കൊടുക്കണം, പോഷണം കൊടുക്കണം. ഇവിടെ അത് കൈവഴികളായിട്ട് പിരിയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നമുക്ക് അതിൻ്റെ ഒരു വ്യൂ നോക്കുവാണെങ്കിൽ ഒരു
ട്രയാങ്കിൾ ഷേപ്പിൽ, ഡെൽറ്റ ഷേപ്പിൽ എന്ത് ചെയ്യാണ്, ഇത് നിക്ഷേപിക്കപ്പെടാണ്. നമ്മുടെ ഓഷ്യനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നദി ഇങ്ങനെ ഒഴുകും, അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഡെൽറ്റ ഷേപ്പിലുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സുന്ദർബൻ ഭാഗമൊക്കെ ഉള്ള ആ ഭാഗം ഡെൽറ്റയായിട്ട് നമുക്കറിയാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒന്നുമില്ല, നദി ഒഴുകി വരുന്ന സമയത്ത് നദി കൈവഴികളായിട്ട് പിരിയുന്ന സമയത്ത് ഇവിടെ മണൽ വരമ്പുകളുണ്ട്. അപ്പോൾ ഡെൽറ്റ ആകൃതിയിലാണ് ഇത് നമുക്ക് നിക്ഷേപിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഞാൻ വായിക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട്, നദീമുഖം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, ഓഷ്യനിലേക്ക് ചേരുന്ന ഭാഗമാണ്. നദീമുഖം എന്ന് പറഞ്ഞാൽ ഓഷ്യനിലേക്ക്, പ്രഭവ സ്ഥാനം എന്ന് പറഞ്ഞാൽ നദി ഉത്ഭവിക്കുന്നതാണ്. നദീമുഖം എന്ന് പറഞ്ഞാൽ നദി ഓഷ്യനിലേക്ക് അല്ലെങ്കിൽ സീയിലേക്ക്, നദി എങ്ങോട്ടാണോ പതിക്കുന്നത് അത് ആ ഭാഗത്താണ് നമ്മൾ നദീമുഖം എന്ന് പറയുന്നത്. അപ്പോൾ നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി എന്താകും, സ്പീഡ് കുറയാണ്. അപ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. അപ്പോൾ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിന്റെ അളവും എന്തായിരിക്കും, കൂടുതലായിരിക്കും. പക്ഷെ നദീജലവും കൂടുതലായിരിക്കും. അങ്ങനെ നദിയുടെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുകയാണ്, മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായിട്ട് പിരിയുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൈവഴികളായിട്ട് പിരിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇതിനിടയിൽ ഒരു ത്രികോണാകൃതിയിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഗ്രീക്ക് അക്ഷരമാലയിലുള്ള ഡെൽറ്റ ഇതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് അതിന് ഡെൽറ്റ എന്ന പേര് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കാലാവസ്ഥയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞു, നമ്മൾ ആദ്യം നമ്മുടെ സമുദ്രത്തിനെ മൂന്നായിട്ട് തിരിക്കുകയല്ല, സമുദ്രത്തിന് നമ്മൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് നമ്മൾ മൂന്നാക്കി തിരിച്ചു. അതിലൊന്നാണ് ഏത്, ശിവാലിക്കിന് താഴെയായിട്ട് ആദ്യം ഭാബർ മേഖല, അതിനുശേഷം ടെറായി മേഖല, അതിനുശേഷം എക്കൽ മേഖല. ഈ ഭാബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഉരുളൻകല്ലുകളും അതുപോലെ പാറകളും ഒക്കെയാണ് നദി അപ്രത്യക്ഷമാകുന്ന മേഖലയാണ്. 8 മുതൽ 10 കിലോമീറ്റർ റേഞ്ചിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മേഖലയാണ് ടെറായി എന്ന് പറയുന്നത്. ഇത് 10 മുതൽ 20 കിലോമീറ്റർ റേഞ്ചിലാണ്. ഇവിടെ ചതുപ്പ് നിലങ്ങളാണ്, നദി പുനർജനിക്കുന്ന മേഖലയാണ്. സ്വാഭാവിക സസ്യജാലങ്ങളും വന്യജീവി സമ്പത്തും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നും പറഞ്ഞു. അതിനുശേഷം വരുന്നതാണ് എക്കൽ സമതലം. എക്കലിന് നമ്മൾ ഖാദർ എന്നും ഭംഗർ എന്നും തിരിച്ചു. ഖദർ ഇട്ടത് പുതിയ ആൾക്കാരാണെങ്കിൽ ഭംഗം വന്ന ആൾക്കാരാണ്. പഴയ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ അതിനുശേഷം നമ്മൾ നദീജന്യ ദ്വീപുകളെ പറ്റി, അതുപോലെ എന്താണ് നമ്മുടെ സാൻഡ് ബാർസ്, ബ്രേഡഡ് സ്ട്രീംസ്, അങ്ങനെയുള്ളതൊന്നും വിശദമായിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നദീജന്യ ദ്വീപ് എന്താണെന്നുള്ളതും മാജുലി എന്നുള്ളതും നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ നമ്മുടെ പറഞ്ഞാൽ ഡെൽറ്റയാണ്. ഡെൽറ്റ എങ്ങനെ ഫോം ചെയ്യുന്നു, സെയിം തന്നെ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പറയുന്ന നിക്ഷേപണം കൂടുതലും സമുദ്രത്തിലേക്ക് വരുന്ന സമയത്താണ് നിക്ഷേപണം നടക്കുള്ളൂ. കാരണം നദിയുടെ ഒഴുക്കും കുറയും. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ പോകുമ്പോൾ നമുക്ക് കട്ടിയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വലിയ സംഭവങ്ങൾ നിക്ഷേപിക്കപ്പെടും, അവസാനത്തിലേക്ക് വരുമ്പോൾ തരികളായിട്ടായിരിക്കും നിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവസാദങ്ങൾ വളരെ കൂടുതലാകും, നദിയുടെ ഒഴുക്ക് കുറയും, നദിയിൽ ജലം കൂടുതലായിരിക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഡെൽറ്റ ഫോർമേഷൻ നടക്കുകയാണ്. എങ്ങനെ നടക്കുന്നു, നദി കൈവഴികളായിട്ട് പിരിയും. അപ്പോൾ ഈ കൈവഴികളുടെ ഇടയിലായിട്ട് എന്ത് സംഭവിക്കും, ഈ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടും. അങ്ങനെ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യാണ്, അതിനൊരു ആകൃതി വരുന്നത് ഡെൽറ്റ ഷേപ്പിലാണ്. അത് ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ ഷേപ്പിലായതുകൊണ്ട് അതിന് നമ്മൾ ഡെൽറ്റ എന്ന് പേരിട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. നദീമുഖത്തോട് അടുക്കുമ്പോഴാണെന്നുള്ളത്. നദീമുഖം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നദി പതിക്കാൻ വേണ്ടി പോവാണ്. അത്രയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ക്ലിയർ? ഇനി നമുക്ക് സമതലത്തിലെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.